നമസ്കാരം. ദ പാത്ത് ഇസ് ദ ഗോൾ എന്ന ഡിസ്കഷൻ്റെ അടുത്ത സെഷനിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. നമുക്ക് ആദ്യം മെഡിറ്റേഷൻ ചെയ്യാം. കണ്ണുകൾ അടച്ച് ശാന്തമായിരിക്കൂ. ഭൂമി മാതാവിനോടും സർവചരാചരങ്ങളോടും അന്തരീക്ഷത്തോടും കൃതജ്ഞത രേഖപ്പെടുത്തൂ. ഭൂമി മാതാവിൽ നിന്നുമുള്ള ഹീലിംഗ് എനർജി കാലുകളിലൂടെ പ്രവേശിച്ച് ശരീരം മുഴുവൻ വ്യാപിക്കുന്നതായും ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളെയും എല്ലാ കോശങ്ങളെയും റിലാക്സ് ചെയ്യാൻ സഹായിക്കുന്നതായും അനുഭവിക്കൂ. ഇപ്പോൾ ശരീരം പൂർണ്ണമായും റിലാക്സ്ഡായി. ഈ റിലാക്സേഷൻ ഹൃദയത്തിൽ അനുഭവിക്കൂ. ശ്വാസം ദീർഘമായി ഉള്ളിലേക്ക് എടുക്കൂ. ഹൃദയത്തിൽ സ്നേഹം നിറയുന്നതായി അനുഭവിക്കൂ. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ സ്നേഹം പ്രപഞ്ചം മുഴുവൻ വ്യാപിക്കുന്നതായും അനുഭവിക്കൂ. ഹൃദയത്തിൽ കുടികൊള്ളുന്ന സ്നേഹത്തിൻ്റെ സ്രോതസ്സിൽ നിന്നും ഉദ്ഭവിക്കുന്ന ദിവ്യപ്രകാശം മനസ്സിനെ ആകർഷിക്കുന്നതായി അനുഭവിക്കൂ. ആ ദിവ്യപ്രകാശത്തിൽ ധ്യാനം ആരംഭിക്കൂ. മനസ്സിൽ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ മൃദുവായി അവയെ അവഗണിക്കുക. ദിവ്യപ്രകാശത്തിൽ ധ്യാനം തുടരുക. പ്ലീസ് സ്റ്റാർട്ട് മെഡിറ്റേഷൻ. ഓക്കെ. കണ്ടീഷൻ ഹൃദയത്തിൽ നിലനിർത്തി പതുക്കെ കണ്ണുകൾ തുറക്കൂ. എല്ലാവരെയും ഹാർദമായി ഹാർട്ട്ഫുൾനെസ് സഹജമാർഗ് മെഡിറ്റേഷൻ സിസ്റ്റത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എങ്ങനെ ജോയിൻ ചെയ്യാം എന്നത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ പാത്ത് ഇസ് ദ ഗോൾ എന്ന ഡിസ്കഷൻ സീരീസിൽ അഹിംസ സിദ്ധാന്തത്തിൽ ലാലാജി മഹാരാജിൻ്റെ പ്രിൻസിപ്പിൾസ് ഓഫ് കോൺവെർസേഷനാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞ സെഷനിൽ വായിച്ചുള്ള പാരഗ്രാഫ് അത് തുടരാം. എ പേഴ്സൺ ഹൂസ് ടങ് ഇസ് പൊളൈറ്റ്, സിവിലൈസ്ഡ് ആൻഡ് കൾച്ചേർഡ് ഹാസ് എ ലാർജ്, പ്യൂർ ആൻഡ് നോബിൾ ഹാർട്ട് ആൻഡ് thus ഹാസ് എ വൈഡ് sway over the minds of others. The pure heart, in communion with the base or the source, pours itself forth naturally with nobility, magnanimity and love. It leaves an impression immediately and progressively makes deep inroads and establishes itself in the minds of all. But ambiguity and indecision are not to be encouraged. അപ്പോൾ ആദ്യം നമ്മൾ എന്താണ് ഈ ഹൃദയം എന്നുള്ള പദം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ന് ഡിസ്കസ് ചെയ്തു. ഹൃദയം എന്നുള്ള ആ സ്പെക്ട്രം അത് നമ്മൾ ഇപ്പോൾ നിൽക്കുന്ന ഈഗോ, ഹിയർ ആൻഡ് നൗ, ഇവിടെ ഇപ്പോൾ പ്രവർത്തിക്കുന്ന ഈഗോ, അവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഏറ്റവും ഹയ്യസ്റ്റ് ആയിട്ടുള്ള ആ സോഴ്സ്, പ്രപഞ്ചം മുഴുവൻ ഉൾക്കൊള്ളുന്ന ആ ഒരു സ്റ്റേറ്റിലേക്ക്. അപ്പോൾ ഞാൻ എന്നുള്ള പദം പല ലെവൽസിൽ നമുക്ക് ഉപയോഗിക്കാം. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഞാൻ എന്നുള്ള പദം പല രീതിയിൽ ഉപയോഗിക്കുന്നു. അപ്പോൾ ഞാനെന്ന് പറയുമ്പോൾ പ്രപഞ്ചം, സൃഷ്ടികളും എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു സ്റ്റേറ്റിലേക്ക് എത്തുമ്പോൾ ഭഗവാൻ ശ്രീകൃഷ്ണൻ പറയുന്ന അഹം എന്ന് ഭഗവാൻ പറയുന്നു. സർവധർമാൻ പരിത്യജ്യ മാം ഏകം ശരണം വ്രജ അഹം ത്വാം സർവപാപേഭ്യോ മോക്ഷയിഷ്യാമി മാ ശുച എന്നാണ് ഭഗവാന്റെ അവസാനത്തെ അഡ്വൈസ് ഭഗവത്ഗീതയിൽ. അപ്പോൾ ആ ഞാൻ എന്ന് പറയുന്നത് അതുമാതിരി ജീസസ് ക്രൈസ്റ്റ് പറയുന്നത് ഐ ആം ദ വേ ആൻഡ് ഐ ആം ദ ട്രൂത്ത് എന്ന്. ഐ. അപ്പോൾ ഐ എന്നുള്ള പദം നമ്മൾ ഉപയോഗിക്കുമ്പോൾ വളരെ വളരെ പവർഫുള്ളാണ്. ബുക്ക് ഓഫ് മിർദാദിൽ ദ മോസ്റ്റ് പവർഫുൾ വേർഡ്, മാജിക് വേർഡ് എന്നാണ് ഐനെ വിളിച്ചിരിക്കുന്നത്. നമ്മൾ എവിടെ നിന്നും ഐ ഉപയോഗിക്കുന്ന ആ സ്ഥലത്തിനത് ശക്തി കൊടുക്കുന്നു. നമ്മളുടെ ധനമായാലും ശരീരമായാലും സമ്പത്തായാലും എന്തായാലും ഞാൻ അവിടെ വരുമ്പോഴാണ് ശക്തി. ഇല്ലെങ്കിൽ ഞാനില്ലെങ്കിൽ ശക്തിയില്ല. അതുകൊണ്ട് ഉത്തമ പുരുഷൻ എന്ന് പറയുന്നത്. ഈ ഉത്തമ പുരുഷൻ്റെ തലത്തിന് പുരുഷോത്തമനാവണം എന്നാണ് ഭഗവാൻ പറയുന്നത്. ഏറ്റവും ഹയസ്റ്റ് വേർഷൻ എന്നല്ല രാജി പറയുന്നു. അപ്പോൾ അങ്ങനെ ഒരു സ്റ്റേറ്റിലേക്ക്
കണക്ട് ചെയ്യണം എന്നാണ് ലാലാജി പറയുന്നത്. ഇൻ കമ്മ്യൂണിയൻ വിത്ത് ദ ബേസ് ഓർ സോഴ്സ്, ദ പ്യൂർ ഹാർട്ട്. എപ്പോഴാണ് ആ എല്ലാം ഉൾക്കൊള്ളുന്ന ആ ഞാനായിട്ടുള്ള സ്രോതസ്സിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റുക? കംപ്ലീറ്റ് ആയിട്ട് പ്യൂറാണ്. നമ്മൾക്കൊരു ലൈറ്റ് ഉദാഹരണം എടുക്കാം. ഇപ്പോൾ ലൈറ്റ് ഉണ്ട്. ലൈറ്റ് ഒരു സ്ഥലത്ത് പ്രകാശം പരത്തുന്നത് എപ്പോഴാണ്? ഒന്ന് സോഴ്സ് നല്ലതായിരിക്കണം, ബൾബ് നല്ലതായിരിക്കണം, ഇതിൽ സൂട്ടൊന്നും പാടില്ല, കവറിങ്സ് ഒന്നും പാടില്ല, അന്തരീക്ഷം ക്ലിയർ ആയിരിക്കണം. അപ്പോൾ അതിൻ്റെ മുകളിൽ കളർ ഗ്ലാസ് ഇട്ട ലൈറ്റ് നമ്മൾ പല സ്ഥലങ്ങളിൽ പോകാം, കളേർഡ് ലൈറ്റൊക്കെ കാണിക്കും. അപ്പോൾ വെളിച്ചത്തിൻ്റെ ക്വാളിറ്റി മാറി. അതുപോലെ തന്നെ അന്തരീക്ഷത്തിൽ പുകയോ പടലങ്ങളോ ഉണ്ട്, വെളിച്ചം എല്ലായിടത്തും എത്തില്ല. സാധനങ്ങളുണ്ടെങ്കിൽ അതിൻ്റെ ഷാഡോ, ഒരു റൂമിൽ ലൈറ്റ് ഉണ്ട് പക്ഷെ ഫുൾ സാധനങ്ങളാണെങ്കിൽ അതിലേക്ക് വെളിച്ചം കിടക്കില്ല. അതുപോലെ തന്നെയാണ് നമ്മുടെ ഉള്ളിൽ നിന്നും വരുന്ന ആ പ്യൂറായിട്ടുള്ള ഫ്ലോ. ആ ഫ്ലോ അതാണ് വേർഡ്സ് എന്ന് പറയുന്നത്. ആ വേർഡ്സ് മനസ്സിലൂടെ സഞ്ചരിച്ച് വരികയാണ്. ചിന്ത മനസ്സിലൂടെ സഞ്ചരിച്ചാണ് വാക്കായിട്ട് വരുന്നത്. അപ്പോൾ ആ സഞ്ചരിച്ച് വരുന്ന സമയത്ത് ഇവിടെ ഒരു തടസ്സങ്ങളും ഇല്ലാതെ പോകണം. നമ്മൾ ഞാനെന്ന് പറയുമ്പോൾ അവിടെ ഇവിടെയൊക്കെ ഞാനുണ്ടെങ്കിൽ നല്ല ചോദിക്കും. പോകുന്ന വഴിക്കൊക്കെ അതിനെ കണ്ടു ഇതിനെ കണ്ടു, എത്തുമ്പോഴേക്കും ശക്തിയൊക്കെ പോയി. നമ്മളിപ്പോൾ ഒരു യാത്രയ്ക്ക് പോകാൻ നല്ല ചോദിക്കും. ഒരു ലക്ഷ്യത്തോടെയാണ് പോകുന്നത്. പോകുന്ന വഴിക്ക് പല സ്ഥലത്തും ഇറങ്ങി, യാത്ര ടയേർഡായി, പല ആൾക്കാരെ കണ്ടു, മനസ്സ് കറക്റ്റായി, അവസാനം എത്താറുന്ന സ്ഥലത്ത് വഴി നമ്മുടെ മൂടൊക്കെ പോകും. അപ്പോൾ പരീക്ഷയ്ക്ക് പോകുമ്പോൾ ഇങ്ങനെ സംഭവിക്കാറുണ്ട്. അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇടപെട്ട് കഴിഞ്ഞാൽ സ്ട്രെസ്ഡ് ആവും. അപ്പോൾ നമ്മൾ നേരെ പോവുക, നേരെ പരീക്ഷ എഴുതുക എന്ന് പറയും. ഇടയിൽ നിന്ന് ആരോടും സംസാരിക്കാൻ നിൽക്കണ്ട. ഇതുപോലെയാണ് ക്ഷേത്ര ദർശനം നടത്തും. ക്ഷേത്ര ദർശനത്തിൽ പോകുമ്പോഴും വരുമ്പോഴും ആ ലക്ഷ്യത്തോടെ പോകുമ്പോൾ മനസ്സ് പ്യൂറാവും. ഇത് സംഭവിക്കുന്നു. വഴിവെക്കലൊക്കെ കടകളായിരിക്കും. കടകളിലേക്ക് നോക്കുന്നു, സാധനങ്ങൾ വാങ്ങും, തിരിച്ചു വരുമ്പോഴും ചായ പിടിക്കുക, കാപ്പി പിടിക്കുക. അതോടുകൂടി ക്ഷേത്ര ദർശനത്തിൻ്റെ പർപ്പസിൻ്റെ ഫുൾഫിൽഡ് അല്ലാതായിട്ട് മാറുകയാണ്. അവിടെ പ്രസാദത്തിന് വേണ്ടി അടി കൊടുക്കും. ശരിക്കുള്ള പ്രസാദം ഇവിടെയായിരുന്നു. അതൊക്കെ കളഞ്ഞിട്ട് എവിടെയോ കിട്ടുന്ന പായസമോ നെയ്യപ്പോ ഒക്കെ വാങ്ങാൻ വേണ്ടി ക്യൂ നിൽക്കുക, അതിനുവേണ്ടി തല്ല് പിടിക്കുക, അല്ലെങ്കിൽ അവിടെയുള്ള എന്തെങ്കിലും സാധനം കൈക്കലാക്കാൻ നോക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആകുമ്പോൾ നമ്മൾ എന്തിനാണ് പോയത്, അത് കിട്ടുന്നില്ല. ഇത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന പ്യൂറായിട്ടുള്ള ഫ്ലോ, തോട്ട് ഫ്ലോ, അത് പ്യൂറായിട്ടുള്ള ഹൃദയത്തിലൂടെ ഒഴുകുമ്പോൾ, പേഴ്സണാലിറ്റീസ് ഒന്നും ഇടപെടാതെ പരിശുദ്ധീകരിച്ച ഒരു ഹൃദയത്തിലൂടെ ഒഴുകി വരുമ്പോൾ എല്ലാവരും മനസ്സിലേക്ക് അത് എഫക്റ്റ് ചെയ്യും. കാരണം എല്ലാവരും മനസ്സിൻ്റെ ഉദ്ഭവമാണ് അവിടെ. പെട്ടെന്ന് എഫക്റ്റീവ് ആകും. ബ്രൈറ്റായിട്ട് വെളിച്ചം എല്ലാവർക്കും ഗുണം നൽകുന്ന പോലെ. നേരെ മറിച്ചിട്ട് കളേർഡ് വെളിച്ചമാണെങ്കിൽ എല്ലാവർക്കും ഗുണം നൽകില്ല. ബ്രൈറ്റായിട്ടുള്ള ലൈറ്റ് എങ്ങനെ വേണമെങ്കിൽ ഉപയോഗിക്കാം. അതുപോലെ പ്യൂറായിട്ടുള്ള ഈ ഫ്ലോനെ എങ്ങനെ വേണമെങ്കിൽ ഉപയോഗിക്കാം. പ്യൂറായിട്ടുള്ള ഹൃദയങ്ങൾ അത് സ്വീകരിക്കുമ്പോൾ അവർക്കത് പ്യൂരിറ്റി ഉൾക്കൊള്ളാൻ സാധിക്കുന്നു. അവരും അത് ഇംബൈബ് ചെയ്യുന്നു, അവരും ഡെവലപ്പ് ചെയ്യുന്നു. ഒരു മാസ്റ്ററുടെ, ഒരു ഗുരുനാഥൻ്റെ അടുത്തെത്തുമ്പോൾ എല്ലാവർക്കും എന്തുകൊണ്ട് ഒരുപോലെ പ്രയോജനം കിട്ടുന്നില്ല? കാരണം എന്താണ്? റിസീവ് ചെയ്യുന്ന ആൾക്കാരും പ്യൂറാണ്. പക്ഷെ നമ്മുടെ ഇവിടെ സംസാരിക്കുന്ന നമ്മുടെ ഉള്ളിലുള്ള പ്യൂരിറ്റി, ഇപ്പോൾ സംസാരിക്കുന്ന ആളുടെ പ്യൂരിറ്റി, നമ്മുടെ ഡെലിവറി കറക്റ്റായിരിക്കണം. സ്വീകരിക്കുന്ന ആളുടെ പ്യൂരിറ്റി നെക്സ്റ്റാണ്. അത് നമ്മുടെ ഉത്തരവാദിത്തമല്ല. എൻ്റെ ഉത്തരവാദിത്തം എന്താണ്? വാട്ട് ഐ ഡു ഈസ് മൈ ഡ്യൂട്ടി എന്ന് ബാബുജി മഹാരാജ് പറഞ്ഞത്. എൻ്റെ ഉത്തരവാദിത്തം ആ ഫ്ലോനെ തടസ്സപ്പെടുത്താതെ ഒഴുകാൻ അനുവദിക്കുക. അങ്ങനെ ഇരിക്കുമ്പോൾ ദ പ്യൂർ ഹാർട്ട് ഇൻ കമ്മ്യൂണിയൻ വിത്ത് ദ ബേസ് ഓർ സോഴ്സ് പോർസ് ഇറ്റ് സെൽഫ് ഫോർ നാച്ചുറലി വിത്ത് നൊബിലിറ്റി, മാഗ്നാനിമിറ്റി ആൻഡ് ലവ്. അങ്ങനെയാകുമ്പോൾ ഒഴുകുകയാണ്. വാക്കുകളിലൂടെ സ്നേഹമാണ് ഒഴുകുക. അങ്ങനെ ഒരു വ്യക്തി നമ്മൾ നോക്കുമ്പോൾ തന്നെ നമ്മൾ അലിഞ്ഞു പോകും. സ്നേഹത്തോടുള്ളൊരു നോട്ടം, സ്നേഹത്തോടുള്ളൊരു സ്പർശം, ഒരു വാക്ക് നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും. നമ്മുടെ ഉള്ള വിഷമങ്ങളൊക്കെ മാറിപ്പോകുന്ന പോലെ തോന്നും. അമൃതമായുള്ള വാക്കുകൾ എന്ന് പറയും. അമൃത തുല്യമായിട്ടുള്ള വാക്കുകൾ, അധികമൊന്നും പറയേണ്ട ആവശ്യമില്ല. അങ്ങനെ സംഭവിക്കണമെന്ന് കമ്മ്യൂണിയൻ വിത്ത് ദ സോഴ്സാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ഹൃദയം ശുദ്ധീകരിക്കണം. നമ്മൾ ഇതുവരെ ഡിസ്കഷനിൽ അത് പറഞ്ഞിട്ടുണ്ട്. സഹജമാർഗത്തിൽ ഊന്നൽ നൽകുന്നത് പ്യൂരിഫിക്കേഷനാണ്, ക്ലീനിങ്. സഹജമാർഗത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തത്വമാണ് ശുദ്ധീകരണം. അപ്പോൾ ഉള്ളിൽ പ്യൂരിറ്റി ആൻഡ് സിംപ്ലിസിറ്റി കൊണ്ടുവരാനാണ് ശുദ്ധീകരിക്കുക. പ്യൂരിറ്റി ആൻഡ് സിംപ്ലിസിറ്റി കൊണ്ടുവരുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ഈ തടസ്സങ്ങൾ, നമ്മുടെ പേഴ്സണാലിറ്റി സൃഷ്ടിക്കുന്ന തടസ്സങ്ങളൊക്കെ മാറിയിട്ട് ആ സോഴ്സ് നമ്മളിലൂടെ അതേ ഇതായിട്ട് ഒഴുകി വരും. അപ്പോൾ അത് ശ്രുതിയായിട്ട് മാറും. അതിനാണ് ശ്രുതി എന്ന് പറയുന്നത്. പറയുന്നതൊക്കെ സ്നേഹത്തിൻ്റെ പദങ്ങളായി മാറും, സത്യമായി മാറുന്നു. അത് പെട്ടെന്ന് ലീവ്സ് എൻ ഇംപ്രഷൻ ഇമ്മീഡിയറ്റ്ലി ആൻഡ് പ്രോഗ്രസീവ്ലി മേക്സ് ഡീപ്പ് ഇൻറോഡ്സ് ആൻഡ് എസ്റ്റാബ്ലിഷ് ഇറ്റ്സെൽഫ് ഇൻ ദ മൈൻഡ്സ് ഓഫ് ഓൾ. ഇങ്ങനെ പോകുമ്പോൾ അത് എല്ലാവരുടെയും ഉള്ളിലേക്ക് ആഴത്തിലിറങ്ങും. അവർക്ക് അപ്പോൾ അത് ഫീൽ ചെയ്യുന്നില്ലെങ്കിൽ അത് തീർച്ചയായിട്ടും സ്പർശിക്കും. അതങ്ങനെ പറഞ്ഞ് നമ്മൾ ആലോചിക്കാറില്ലേ, അങ്ങനെ പറഞ്ഞ് അത് എനിക്ക്
പിന്നെയാണ് നമുക്ക് റിയലൈസ് ചെയ്യുക, കാരണം നമ്മളുള്ളിലേക്ക് അത് കണക്ട് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ബട്ട് ആംബിഗ്വിറ്റി ആൻഡ് ഇൻഡിസിഷൻ ആർ നോട്ട് ടു ബി എൻകറേജ്. ഒരിക്കലും സംശയം ഉള്ള വാക്കുകൾ പാടില്ല, ഇൻഡിസിഷൻ പാടില്ല. പറയുമ്പോൾ വളരെയധികം ഡിസിഷനോട്, തീരുമാനത്തോടു കൂടെ സംസാരിക്കാൻ പറ്റണം. അതെപ്പോഴാണ് പറ്റുക? പറയുന്ന കാര്യം ശരിയാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഇൻഡിസിഷൻ കടന്നു വരില്ല, അവിടെ സംശയങ്ങൾ വരില്ല. നമുക്ക് എന്തെങ്കിലും രീതിയിൽ ഈഗോ ഇടപെടുന്നുണ്ടെങ്കിൽ അപ്പോഴാണ് അതാണോ ശരി ഇതാണോ ശരി എന്നൊരു കൺഫ്യൂഷൻ വരുന്നത്. അപ്പം അങ്ങനെ കൺഫ്യൂഷൻ വരുന്നുണ്ടെങ്കിൽ, ഏതാണ് ശരി എന്നുള്ള സംശയം തോന്നുന്നുണ്ടെങ്കിൽ വീണ്ടും പ്യൂരിഫൈ ചെയ്യുക, ശുദ്ധീകരിക്കുക, എന്നിട്ട് സംസാരിക്കുക. ആരോടായിരിക്കും? കാരണം സ്നേഹത്തിൻ്റെ വാക്ക് ഒന്ന് മാത്രമേ ഉള്ളൂ, അത് മറ്റുള്ളവർക്ക് അത് ഫീൽ ചെയ്യുന്ന തരത്തിലായിരിക്കണം. അങ്ങനെ നമ്മൾ മോഡിഫൈ ചെയ്യണം നമ്മുടെ ജീവിതത്തിൽ എന്നാണ് ലാലാജി മഹാരാജ് പറയുന്നത്. ഇതൊരു ഓൺ ഗോയിങ് പ്രോസസ്സാണ്. ഒരു ദിവസം 2 ദിവസം കൊണ്ട് സംഭവിക്കണമെന്നില്ല, സംഭവിച്ചതും വരാം. അപ്പോൾ എല്ലാവരെയും വീണ്ടും ഹാർട്ട്ഫുൾനെസ് സിസ്റ്റത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ പ്രിൻസിപ്പിൾസ് ഓഫ് കോൺവെർസേഷൻ ശരിക്കും മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ സഹജമാർഗം പ്രാക്ടീസ് ചെയ്യണം. അടുത്ത സെഷൻ വരെ ഇവിടെ വാങ്ങുന്നു. നന്ദി, നമസ്കാരം.